ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ചിന്താധാരയിൽ ചില ചോദ്യങ്ങൾ വാരിയെറിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം ഇവിടെ തുടങ്ങുന്നു. സന്ദേശത്തിൻ്റെ തലക്കെട്ട് സന്ദേശം മറന്നുള്ള ഓട്ടം. അപ്പോസ്തല പ്രവൃത്തി 1:8 യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. 1960 ഒളിമ്പിക് മത്സരം നടക്കുമ്പോൾ സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് എന്ന പത്രത്തിൽ കാർട്ടൂൺ വന്നു. അന്ന് പഴയ കാലത്തെ ഒരു സംഭവം കാണിക്കുകയാണ്. പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ, ഒരു പട്ടാളം ജയിച്ചു കഴിയുമ്പോൾ രാജാവിന് സന്ദേശം കൊടുക്കാനായിട്ടൊരു മാരത്തോൺ ഓട്ടക്കാരനെ നിയമിക്കും. അതുപോലെയാണ് രാജാവ് വേറൊരു സ്ഥലത്താണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും അതുപോലാണ്, എനിക്കറിയാം. അപ്പോൾ വന്ന കാർട്ടൂൺ ഇങ്ങനെയാണ്: മാരത്തോൺ ഒരു ഓട്ടക്കാരൻ തങ്ങളുടെ സൈന്യം യുദ്ധത്തിൽ ജയിച്ച സന്ദേശവുമായി ഓടി വരികയാണ്. അനേകം മൈലുകൾ താണ്ടി കാടും മേടും കടന്ന് ഓട്ടക്കാരനെത്തി. രാജകൊട്ടാരത്തിലേക്ക് ഓടിക്കയറിയപ്പോൾ ജനം വഴിമാറി. ഓടിവരുന്ന മനുഷ്യരിൽ നിന്ന് ദൂത് കേൾക്കുവാൻ രാജസദസ്സ് ആകാംക്ഷയോടെ കാത്തിരുന്നു. ഓടിത്തളർന്ന ശ്വാസം നിലച്ചവനെ പോലെ ആയിത്തീർന്ന മനുഷ്യൻ രാജാവിൻ്റെ മുൻപാകെ വീണുപോയി തളർന്നു. രാജാവ് ചോദിച്ചു: ഓട്ടക്കാരായ എന്താണ് സന്ദേശം? ആ മനുഷ്യൻ തല ഉയർത്തി അല്പനേരം ചിന്തിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: സന്ദേശം ഞാൻ മറന്നുപോയി. ഐ ഫർഗോട്ട് ദ മെസ്സേജ്. ഇന്നത്തെ സഭയും ഏതാണ്ട് ഇതേപോലെയാണ്. സന്ദേശം മറന്നുപോയിരിക്കുന്നു. തകർത്ത ഓട്ടമുണ്ട്, കയ്യടിയുണ്ട്, ഒരുക്കമുണ്ട്, പക്ഷെ സന്ദേശം മറന്നുപോയിരിക്കുന്നു. എന്താണ് സന്ദേശം? എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണം. ഏതിൻ്റെ സാക്ഷികളാണ് ആകേണ്ടത്? യേശുവിൻ്റെ ജനനമരണ പുനരുത്ഥാനങ്ങളുടെ സാക്ഷികളാകണം. എന്നാൽ ലോകത്തിന് നൽകുവാനുള്ള ഈ സന്ദേശം നാം മറന്നുപോയിരിക്കുകയല്ലേ? മാനസാന്തരപ്പെടുന്ന വിശ്വാസികളിൽ അനേകർ സാക്ഷ്യം പറയുവാൻ മടി കാണിക്കുന്നവരാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും രക്ഷിക്കപ്പെടാമെന്ന് അയൽക്കാരോട്, അയൽ ഗ്രാമത്തിലുള്ളവരോട് പറയാൻ മടിയുള്ളവരായി തീർന്നിരിക്കുന്നു. യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരോട് പറയുവാൻ ഞാനും നിങ്ങളും അല്ലാതെ ദൈവത്തിന് ഭൂമിയിൽ മറ്റാരുമില്ല. അവൻ മറ്റാരെയും ചുമതല ഏൽപ്പിച്ചിട്ടുമില്ല. ആ പദ്ധതിയിൽ നാം പരാജയപ്പെട്ടാൽ ദൈവത്തിന് മറ്റൊരു പദ്ധതിയില്ല, പ്രവർത്തകരില്ല. യേശു ഉള്ളത്തിൽ വരുമ്പോൾ സമാധാനം ഉള്ളത്തിൽ വരുന്നു. യേശു ഭവനത്തിൽ വരുമ്പോൾ ഭവനത്തിൽ സമാധാനം വരുന്നു. യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ, മറ്റൊരാൾ രക്ഷിക്കപ്പെടുമ്പോൾ സമാധാനം വർദ്ധിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അവൻ നിങ്ങളെയും എന്നെയും വിശ്വസിച്ച് പ്രവർത്തനം ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ ഇപ്രകാരം ഒരു ഭാവന കേട്ടിട്ടുണ്ട്: യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു: കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷ തീർന്നു, അങ്ങ് ഇവിടെ വന്നു. ഈ സുവിശേഷം മറ്റുള്ളവരോട് എല്ലാവരോടും, ലോകത്തിലുള്ളവരോട് എല്ലാവരോടും പറയുവാൻ എന്താണ് അങ്ങയുടെ പദ്ധതി, ഭൂമിയിലെ പദ്ധതി? പറഞ്ഞു: ഞാൻ 12 പേരെ തയ്യാറാക്കി. അതിനകത്തൊരുത്തം പിന്മാറിപ്പോയി, സാരമില്ല, ബാക്കി 11 പേരുണ്ട്, അവർ കൊണ്ടുപോകും. ആ സമയത്ത് ഒരു ദൈവദൂതൻ ഇങ്ങനെ ചോദിച്ചു: കർത്താവേ, അഥവാ അവർ പരാജയപ്പെട്ടാൽ, ഈ പദ്ധതി എ എന്ന് പറയുന്ന ഒന്നാമത്തെ പദ്ധതി പരാജയപ്പെട്ടാൽ, ഒരു പ്ലാൻ ബി എന്താണ് അങ്ങേക്കുള്ളത്? യേശുക്രിസ്തു അല്പനേരം വ്യാകുലനായി ചിന്തിച്ചിരുന്നതിന് ശേഷം പറഞ്ഞു: ഐ ഹാവ് നോ പ്ലാൻ ബി. ദേ ആർ മൈ പ്ലാൻ, ഓൺലി പ്ലാൻ. എനിക്ക് വേറൊരു പദ്ധതിയില്ല, അവരാണ് എൻ്റെ പദ്ധതി. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സഭയാണ്, രക്ഷിക്കപ്പെട്ടവരാണ് യേശുവിൻ്റെ പദ്ധതി. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് 11 ശിഷ്യന്മാരും ലോകം മുഴുവൻ പോയി. സെൻറ് തോമസ് AD 52 കേരളത്തിൽ വന്നു, കൊടുങ്ങല്ലൂരിൽ വന്നു. എന്നിട്ട് സഭകൾ സ്ഥാപിച്ചു. എന്നിട്ട് ഈ സന്ദേശം നമ്മുടെ വല്യപ്പച്ചന്മാർ അടുത്ത താലൂക്കിലേക്ക് കൊണ്ടുപോയില്ല. അതാണ് സത്യം. കൊല്ലത്തുള്ള സഭ, തോമസ് ലീഹ സ്ഥാപിച്ച സഭ, അവിടുത്തെ വിശ്വാസികൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയില്ല. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സഭ, അവിടുത്തെ വിശ്വാസികൾ, അല്ലെങ്കിൽ പാലയൂരിൽ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികൾ അതുമായിട്ട് കണ്ണൂരേക്കോ കോഴിക്കോടേക്കോ പോയില്ല. കോഴിക്കോടും കണ്ണൂരും ഒക്കെ സുവിശേഷം കൊണ്ടുപോയത് ബാസൽ മിഷൻ, ജർമ്മനിയിലെ ബാസൽ മിഷണറികളാണ്. ബാസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1834.
ഞാൻ ആ ഗ്രാമത്തിൽ പോയി പ്രസംഗിക്കുന്നു. ആ ടൗണിൽ പോയി പ്രസംഗിച്ചപ്പോൾ ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ വല്യപ്പച്ചന്മാർ പോയില്ല, നിങ്ങൾ പോയി, ഞാൻ നന്ദി പറയാൻ വന്നിരിക്കുകയാണ്. LMSലെ മിഷണറിമാരാണ് തിരുവനന്തപുരത്തും അതിന് തെക്കോട്ടും ഒക്കെ കൊണ്ടുപോയത്. നാം പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിന് ജർമ്മനിയിൽ നിന്ന് ആളുകളെ അയക്കേണ്ടി വന്നു, ഇംഗ്ലണ്ടിൽ നിന്ന് അയക്കേണ്ടി വന്നു. 1817 16-17 CMSും LMSകാരും നാഗർകോവിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഏറ്റവും അവസാനം വില്യം കാരി വന്നത്, ആദ്യത്തെ ഫസ്റ്റ് മിഷണറി, ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിട്ട് വന്നത് 1793 നവംബറിലാണ്. നമ്മുടെ അപ്പച്ചന്മാർ പോയില്ല. ഇന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു സെമിനാരിയിൽ നിന്ന് എത്ര ശതമാനം ആൾക്കാരെ സുവിശേഷം കേട്ടിട്ടില്ല? ലോകത്തിൻ്റെ അറ്റത്തോളം എന്ന് പറഞ്ഞു, അമേരിക്ക വരെ എന്നല്ല പറഞ്ഞത്, ന്യൂസിലൻഡ് വരെ എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് കർണാടക പോലും സുവിശേഷീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല? ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിൽ നമുക്ക് പോകുവാൻ കഴിഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് ബീഹാറിലേക്ക് പോയില്ല? എന്തുകൊണ്ട് നാഗാലാൻഡിലേക്ക് പോയില്ല? എന്തുകൊണ്ട് കാശ്മീരിലേക്ക് പോയില്ല? എന്തുകൊണ്ട് ഒറീസയിലേക്ക് പോയില്ല? എന്തുകൊണ്ട് രാജസ്ഥാനിലേക്ക് പോയില്ല? നമുക്ക് പോകാം. സന്ദേശം മറന്നു പോകാതെ ഓടാം. പെരുന്നാൾ നടത്തിയാൽ പോരാ, കുർബാന നടത്തിയാൽ പോരാ, വെടിക്കെട്ട് നടത്തിയാൽ പോരാ, കൺവെൻഷൻ നടത്തിയാൽ പോരാ. നാം നമ്മുടെ 10% പണമെങ്കിലും, നമ്മുടെ 10% ആൾക്കാരെയെങ്കിലും ഈ സന്ദേശവുമായിട്ട് അയക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.